ഹലോ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ ഷോപ്പിലൊന്ന് പോയി വന്നിട്ടുണ്ട്. നമ്മൾ ഒരുപാട് അതായത് ബേക്കിംഗ് ജേണി തുടങ്ങിയത് മുതലേ ഉള്ള ആഗ്രഹമായിരുന്നു ഈ ഒരു ഐറ്റം മേടിക്കണം എന്നത്. എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ലാസ്റ്റാണ് അതിൻ്റെ അൺബോക്സിങ് കാണിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഇതാ നമ്മൾ കുറച്ച് വിപ്പിംഗ് ക്രീംസ്, അതുപോലെ തന്നെ നമ്മളെ കേക്ക് മിക്സ്, അതുപോലെ കൊക്കോ പൗഡർ, ഹാസൽ നട്ട്സ്, പിന്നെ കുറച്ച് ചോക്ലേറ്റ് കോമ്പൗണ്ട്സ്. എന്തായാലും ഷോപ്പിലേക്ക് പോയതല്ലേ എന്ന് വിചാരിച്ചിട്ട് വാങ്ങിയതാണ് കേട്ടോ ഈ ഐറ്റംസൊക്കെ. പിന്നെ കുറച്ച് നൈഫുകൾ, പിന്നെ അതുപോലെ തന്നെ നമ്മൾ കേക്ക് ജെല്ല്, പിന്നെ സ്റ്റിക്കുകളും സ്പൈഡർമാൻ്റെ കുറച്ച് സ്റ്റിക്സും കാര്യങ്ങളും, പിന്നെ കവേഴ്സും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ യൂസ് ചെയ്യുന്ന വിപ്പിംഗ് ക്രീമിൽ ഒരു ബ്രാൻഡാണിത് സൺവിപ്പ്. റിച്ചിൻ്റെ സൺവിപ്പ് ബ്രാൻഡ് അടിപൊളിയാണ് കേട്ടോ, നല്ല ടേസ്റ്റാണ്. അതേപോലെ തന്നെ നമ്മൾ അഫോർഡബിൾ ആണ്, നല്ല അടിപൊളി സാധനമാണ് കേട്ടോ. പിന്നെ ഇതാ ഇതുപോലത്തെ കേക്ക് സ്റ്റാൻഡ് ബോക്സുകളൊക്കെ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞ ഐറ്റാണ് ഇത് കേട്ടോ. അമിയോണിൻ്റെ കൊമേഴ്ഷ്യൽ സ്റ്റാൻഡ് മിക്സറാണ് നമ്മൾ മേടിച്ചേക്കുന്നത്. അതായത് നമ്മളെ കേക്ക് ബേക്കിംഗ് ജേണി സ്റ്റാർട്ട് ചെയ്ത സമയം മുതലേ ഒരുപാടായിട്ട് ആഗ്രഹിക്കുന്ന ഒരു സാധനമാണ് ഈ ഒരു കേക്ക് മിക്സർ മേടിക്കാനായിട്ട് കേട്ടോ. ഞാൻ ഉമ്മാനോട് ഇങ്ങനെ പറഞ്ഞത് നമുക്ക് മേടിച്ചാലോ എന്ന് പറഞ്ഞപ്പോൾ ഉമ്മയും പറഞ്ഞു ശരി തന്നെയാണ്, കാരണം നമുക്ക് ഓർഡേഴ്സ് ഒരുപാടുണ്ട്. അപ്പോൾ സ്റ്റാൻഡ് മിക്സർ ഇല്ലാണ്ട് നമുക്ക് പറ്റില്ല എന്നുള്ളൊരവസ്ഥയിലെത്തി കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ സ്റ്റാൻഡ് മിക്സർ മേടിച്ചത്. വൈറ്റും അതുപോലെ തന്നെ റെഡും കൂടിയിട്ടുള്ളൊരു കളർ, റെഡല്ല മെറൂണ്, ഈ രണ്ട് കളറും കൂടി മിക്സായി വരുന്നൊരു കളറാണ് നമ്മൾ എടുത്തേക്കുന്നത്. പിന്നെ ഇതിൻ്റെ കൂടെ ഇങ്ങനൊരു മൂടിയുണ്ട്. പിന്നെ 3 ടൈപ്പ് ഓഫ് വിസ്കുകൾ വരുന്നുണ്ട് കേട്ടോ. അതായത് ഒന്ന് നമ്മൾ പൊടികളും കാര്യങ്ങളൊക്കെ മിക്സ് ചെയ്യാനുള്ളത്, പിന്നെ മാവ് കുഴയ്ക്കാനുള്ളത്, പിന്നെ ഇതുപോലെ എഗ്ഗും ക്രീമൊക്കെ ബീറ്റ് ചെയ്യാനുള്ളത്. അങ്ങനെ 3 ടൈപ്പാണ് വരുന്നത്. ഞാനിതിങ്ങനെ ഓപ്പൺ ചെയ്തിട്ട് ഓരോന്നായിട്ട് ഇങ്ങനെ വെച്ച് നോക്കുകയാണ്. ശരിക്കും ഈ ഒരു മൂടി ഇങ്ങനെയല്ല കേട്ടോ വെക്കേണ്ടത്. മൂടി നമ്മൾ ആ ഒരു വിസ്കിൻ്റെ മുകൾ ഭാഗത്താണ് ശരിക്കും വെക്കേണ്ടത്. എന്നിട്ടാണ് നമ്മൾ വിസ്ക് വെക്കുക. എന്നിട്ടാണ് പിന്നെ ഇതിങ്ങനെ താഴ്ത്തിയിട്ട് മിക്സ് ചെയ്യുക കേട്ടോ. ഞാനിങ്ങനെ ഓരോന്ന് ഓപ്പൺ ചെയ്യുകയാണ്, ഓപ്പൺ ചെയ്ത് ഇങ്ങനെ നോക്കുകയാണ് ഇത് എങ്ങനെയൊക്കെയാണ് ഐറ്റംസ് എന്നുള്ളത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഒരു അമിയോണിൻ്റെ സ്റ്റാൻഡ് മിക്സർ വന്നിട്ട് കാണാനും അടിപൊളിയാണ്, യൂസ് ചെയ്ത് നോക്കി ഞാൻ പെർഫെക്റ്റ് ആണ് കേട്ടോ. അടിപൊളിയാണ് പറഞ്ഞാൽ അടിപൊളിയാണ്, നമുക്ക് നല്ല ഉപകാരമാണ്, ഹോം ബേക്കേഴ്സിനൊക്കെ സെറ്റാണ് കേട്ടോ. അപ്പോൾ അതിൽ എഗ്ഗ് ബീറ്റ് ചെയ്തതിൽ തുടങ്ങിയിട്ടുണ്ട് നമ്മൾ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.